സാധാരണ നമ്മൾ പൂരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ് പൊട്ടറ്റോ മസാല, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബാജിക്കറി. ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് ബാജിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ സാധാരണ വഴറ്റിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. പറഞ്ഞല്ലോ, ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ്, അപ്പോൾ അത് ഏകദേശം ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവോള വേണം. ഞാനപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് പൊട്ടറ്റോ മസാലയിൽ സവോള അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസുള്ള സവോള എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് ഏകദേശം ഇതൊന്ന് കഷ്ണങ്ങളുടെ പകുതി വരെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും ഇതിന് വെള്ളം ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കട്ടിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോൾ അതിൻ്റെ നോക്കിക്കേ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് പേസ്റ്റ് പോലെ ഇരിക്കണം, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാം. ചിലർക്ക് ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരത്രയും ഉടച്ചു കൊടുക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് മുഴുവനും വേണ്ട, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാല്, പശുവും പാലാണ്, പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ അധികം ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റൊക്കെ മാറും. കുറച്ച് മാത്രം മതി. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. നമുക്ക് ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില, അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള വിഭവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ്. മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്